ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലയും ഹരിയും ബബിതയും കൂടിയിട്ട് അലിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ശിവൻ വരികയാണ്. എന്നിട്ട് ശിവൻ അവരോട് പറയാണ് വീട് അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, അവളെ പാലയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിടാനായിട്ട് ഹരിനോട് പറയാണ്. ബബിയും ഹരിയും കൂടിയിട്ട് അലിനെയും കൂട്ടി പാലയിലേക്ക് പോകുകയാണ്, ബസ് സ്റ്റോപ്പിൽ വിടാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോള് വൈജയന്തിനെ കയറി കാണുകയാണ്. കൃഷ്ണമോൾക്ക് വൈജയന്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം വരികയാണ്. മുഖമൊക്കെ മൂടി പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഫ്രാക്ചറുകളുണ്ട് വൈജയന്തിക്ക്. അങ്ങനെ തിരികെ വന്ന കൃഷ്ണമോൾ അലീനെ അന്വേഷിക്കുമ്പോൾ അലീനെ കാണാണ്ടാവുമ്പോൾ എന്തൊക്കെയോ ചതികളുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഫോൺ വിളിച്ച് അച്ഛനോട് പറയാൻ പോകുമ്പോഴേക്ക് രോഹിത്ത് ഫോൺ തിരിച്ച് വാങ്ങിച്ചു വയ്ക്കുകയാണ്. അലീനെ ഇവിടുന്ന് പറഞ്ഞയച്ചു എന്ന് തന്നെ രോഹിത്ത് കൃഷ്ണമോളോട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മനു വരികയാണ്. മനു വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അലീന എവിടെ, അലീനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് അവളിവിടെ ഇല്ല, അവളെ ഞങ്ങൾ പറഞ്ഞയച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് പറഞ്ഞയച്ചോ, എങ്ങോട്ട് പറഞ്ഞയച്ചു? അവളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുകയാണ്. ഇതേ സമയം അലീന നേരെ ദേവമാത ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുകയാണ് ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, പോകുന്നതെന്ന് പറയുമ്പോൾ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അലീന ബാലേന്ദ്രനോട് തുറന്നു പറയുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ വിഷമാവാണ്. ഈ ഒരു അവസ്ഥയിൽ അലീന തന്നെ വിട്ടു പോകല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാലേന്ദ്രൻ പറയാണ് നീ അനാഥയായിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്, അതുപോലെ തന്നെ നീ തിരിച്ചു പോകുന്നതും അനാഥയായിട്ടാണ്. ഇനി നീ എൻ്റെ മകളല്ല എന്നൊക്കെ പറയുകയാണ്. കാരണം അലീന ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു പോകുന്നത് ബാലേന്ദ്രൻ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ മാറി നിന്ന് സങ്കടപ്പെടുന്നുണ്ട്. അലീനയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിന്ന് പടിയിറങ്ങാണ്. ഇനി മനു വന്നാൽ മാത്രമേ ബാലേന്ദ്രൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.